السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു തആല പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വലിയ മഹത്തായ ദിവസമാണ് ഇനി ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് സമാഗതമാകാൻ പോകുന്നത്. പരിശുദ്ധമായ താസുആ, ആശൂറ എന്നീ രണ്ട് പവിത്രമായ ദിനങ്ങൾ. മുഹറം 9-ൻ്റെയും 10-ൻ്റെയും ഈ 2 ദിവസം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെയേറെ പോലീശ നിറഞ്ഞ, വളരെയേറെ നമുക്ക് അമലുകൾ ചെയ്താൽ പ്രതിഫലം എണ്ണമറ്റ രീതിയിൽ കിട്ടാൻ കഴിയുന്ന ഒരു വലിയ, അൽഹംദുലില്ലാ, നമുക്ക് നാളെയുടെ ജീവിതത്തിൽ നമുക്ക് പോകാൻ കഴിയുന്ന, നല്ല സൽക്രമങ്ങൾ ചെയ്യാൻ കഴിയുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് ആരും ഈ ദിവസത്തെ അവഗണിക്കപ്പെടരുത്. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കറിയാം താസുആ ദിവസം ഇൻഷാ അല്ലാഹ് നമ്മുടെ കേരളത്തിൽ താമസിക്കുന്നവർക്ക് ഇന്ന് മഗ്‌രിബോടുകൂടി, ഇന്നത്തെ സൂര്യാസ്തമയം കഴിഞ്ഞ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി താസുആൻ്റെ ദിവസം ആരംഭിക്കുകയാണ്. എന്നിട്ട് നാളെ സുന്നത്താക്കപ്പെട്ട ഒരു താസുആൻ്റെ നോമ്പുണ്ട്. കഴിവുള്ള എല്ലാ ആളുകളും ആ സുന്നത്ത് നോമ്പ് പിടിക്കുക. കാരണം വളരെയേറെ പോലീശ നിറഞ്ഞ ഒരു നോമ്പാണ് ആ താസുആൻ്റെ നോമ്പ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് കടന്നു വരുമ്പോൾ അവിടുത്തെ ജൂതന്മാരായ ആളുകൾ ഈ നോമ്പ് അനുഷ്ഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് നാളുകൾക്ക് മുമ്പേ ഉള്ള നോമ്പാണ്. അപ്പോൾ അവർ ഈ നോമ്പ് പിടിക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ചോദിച്ചു, എന്തിനാണ് ഈ ദിവസം ഈ നോമ്പ് പിടിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്രേ, ഞങ്ങളുടെ പ്രവാചകനായ ഞങ്ങളുടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവരുടെ അന്നത്തെ പ്രവാചകൻ, അവർ വിശ്വസിച്ചിരുന്നത് മൂസാ നബിയിലാണ്. ആ മൂസാ നബിക്ക് അന്ന് നന്ദി സൂചനമായിട്ട് അന്ന് ഫിറൗനെ അല്ലാഹു തആല മൂസാ നബിയിൽ നിന്നും മൂസാ നബിയെ അല്ലാഹു തആല സംരക്ഷിച്ച ദിവസമായതുകൊണ്ട് ആ നന്ദി സൂചനമായിട്ട് അവർ നോമ്പ് പിടിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഇനിയും അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ, അള്ളാഹിൻ്റെ റസൂൽ ഏത് കാര്യം പറഞ്ഞാലും ഇൻഷാ അല്ലാഹ് പറയാറുണ്ട്. അങ്ങനെ പ്രവാചകൻ പറഞ്ഞു. പക്ഷേ ദൗർഭാഗ്യകരം, അള്ളാഹിൻ്റെ റസൂൽ അത് പറയുകയും ഇനി അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നോമ്പ് പിടിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞു. പക്ഷേ പ്രവാചകൻ പറഞ്ഞതിന് ശേഷം പിന്നെ നബിതങ്ങൾ അടുത്ത വർഷം താസുആൻ്റെ നോമ്പിന് പ്രവാചകൻ ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ വഫാത്തായി പോയതിൻ്റെ ഇടയിൽ. പക്ഷേ ആ പ്രവാചകൻ പറഞ്ഞു അത് നമ്മളോട് പിടിക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് പ്രവാചകൻ പിടിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളും പിടിക്കില്ല എന്നല്ല, പ്രവാചകൻ പിടിക്കണം എന്ന് പറഞ്ഞതാണ്. അതിന് വളരെയേറെ പവിത്രതയും പോലീശയുമുള്ള ഒരു നോമ്പാണ് താസുആൻ്റെ നോമ്പ്. അത് ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബോടുകൂടി അതിൻ്റെ രാവ് നമുക്ക് തുടങ്ങുകയാണ്. നാളെ നോമ്പാണ്. ആ ദിവസം നമ്മുടെ മുന്നിലേക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബോടുകൂടി പ്രവേശിക്കുമ്പോൾ എല്ലാവരും ഈ പറയുന്ന ദിക്റുകൾ ഇൻഷാ അല്ലാഹ് ഈ ദിവസം മുതൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ അത് കഴിഞ്ഞിട്ട് വരുന്ന മുഹറം 10-ൻ്റെ ദിവസം ആശൂറാ. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു വലിയ സംഭവങ്ങൾ തന്നെ നടന്ന ഒരുപാട് പ്രവാചകന്മാരെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സംരക്ഷിച്ച ഒരു ദിവസമാണ് ആശൂറായിൻ്റെ ദിവസം. വളരെയേറെ പ്രതീക്ഷകൾ നൽകുന്ന ദിവസമാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല നമ്രൂദ് എന്ന് പറയുന്ന കാട്ടാളനിൽ നിന്ന് രക്ഷിച്ച ദിവസമാണ്. മാത്രമല്ല മൂസാ നബി അല്ലാഹു തആല സംരക്ഷിച്ച ദിവസമാണ്. നൂഹ് നബിയെ സംരക്ഷിച്ച ദിവസമാണ്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം കുറിച്ച അല്ലാഹു തആല അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ദിവസമാണ് ആശൂറായിൻ്റെ ദിവസം. നമുക്കറിയാം, ഇത് ബലാഅകൾ മാറാൻ ആ ദിവസം നമ്മൾ ദുആ ചെയ്താൽ മാറുമെന്നാണ് മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വല്ലാത്ത ഒരു രോഗം കൊടുത്ത് പരീക്ഷിച്ച പ്രവാചകനാണ് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം. ആ അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ രോഗം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുത്തത് ഈ പരിശുദ്ധമായ മുഹറം 10-നായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയത്, അതുപോലെ തന്നെ അല്ലാഹു തആല ഈ ഭൂമിയെ സൃഷ്ടിച്ചത്, അതുപോലെ ആദം നബിയെ സൃഷ്ടിച്ചത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ മുഹറം 10-നാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നടന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ദിവസത്തിന് അത്രമേൽ പവിത്രതയുള്ളത് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ
അത്ര പവിത്രത ഉള്ളതുകൊണ്ടാണ് ആ ദിവസത്തെ അള്ളാഹു താല തിരഞ്ഞെടുത്തത്. അല്ലെങ്കിൽ അള്ളാഹ്ക്ക് വേറെ എത്രയോ ദിവസം ഉണ്ടായിരുന്നു അള്ളാഹ്ക്ക് തിരഞ്ഞെടുക്കായിരുന്നു. ഇല്ല, മുഹറം 10 തിരഞ്ഞെടുത്തത് ആ ആശൂറായിൻ്റെ ദിവസം ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്ത പവിത്രതകൾ നിറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആയുസ്സിൽ ഒരു തവണയാണ്, നമുക്ക് ഓരോ വർഷത്തിലും ഒരു തവണയാണ് കിട്ടുക. അത് നമ്മളെൻ്റെ പ്രിയപ്പെട്ടവരെ പരമാവധി അന്നത്തെ ദിവസം നോമ്പ് പിടിച്ച് ദുആ ചെയ്ത് റബ്ബിൻ്റെ മുന്നിൽ പറയുക. അള്ളാഹു തആല നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആശൂറായിൻ്റെ നോമ്പാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം സുന്നത്ത് നോമ്പല്ലേ എന്ന് പറഞ്ഞിട്ട് അതിനെ നിസ്സാരവൽക്കരിക്കരുത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആരെങ്കിലും ആശൂറാഇൻ്റെ സുന്നത്ത് നോമ്പ്, മുഹറം 10ൻ്റെ ആശൂറാ സുന്നത്ത് നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഒരു വർഷത്തെ പാപം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവനിൽ നിന്ന് പുറത്തു കൊടുക്കുന്നതാണ് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോൾ ഒരു വർഷത്തെ പാപം ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ മുഹറം 10ൻ്റെ നോമ്പ് പിടിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു തആല നമുക്ക് പുറത്തു വരുന്നതാണ്. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് അധികരിപ്പിക്കാൻ കഴിയുന്ന ചില ദിക്റുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പറയാം. എല്ലാവരും ആ കാര്യം പ്രാവർത്തികമാക്കുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഒന്നാമത്തേത് ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന ഈ പരിശുദ്ധമായ ദിക്ർ ഈ ദിവസം എൻ്റെ പ്രിയപ്പെട്ടവരെ നാം പ്രാവർത്തികമാക്കുക. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്ർ എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ പരിശുദ്ധമായ മുഹറം 10ൻ്റെ ദിവസത്തിൽ നിങ്ങളൊക്കെ പ്രാവർത്തികമാക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കാവൽ എന്നും നമുക്കുണ്ടാകുമാറാകട്ടെ. കാരണം ഒരുപാട് പേരെ സംരക്ഷിച്ച, ഒരുപാട് പ്രവാചകന്മാരെ രക്ഷപ്പെടുത്തിയ, ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമി മണ്ഡലങ്ങളിൽ അല്ലാഹു തആല നടപ്പാക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പവിത്രമായ ഒരു ദിവസമാണ് മുഹറം 10ൻ്റെ ദിവസം. അപ്പോൾ ആ ദിവസം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ റബ്ബിനോട് കരഞ്ഞ് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രയാസവും പ്രതിസന്ധിയും അല്ലാഹു തആല മാറ്റിത്തരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ നോമ്പ് പിടിക്കുക, ദിക്ർ ചൊല്ലുക. അന്നത്തെ ദിവസം നമ്മളാൽ കഴിയുന്ന സകലമായ സൽക്രമങ്ങളും അധികരിപ്പിക്കാൻ നമുക്ക് കഴിയുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇനി അടുത്ത വർഷത്തെ മുഹറമിൽ നമ്മളുണ്ടോ എന്ന് നമുക്കറിയില്ല. എത്രയോ പേര് കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം ഓരം ചേർന്ന് ജീവിച്ചവർ, എത്രയോ പ്രിയപ്പെട്ടവർ, അവരൊക്കെ ഇന്ന് ആരുടെ മണ്ണിലാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത വർഷം നമ്മളുണ്ടോ എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ആർക്കും നിശ്ചയമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ കിട്ടിയ ദിവസങ്ങളും അവസരങ്ങളും നാം നല്ല രീതിയിൽ വിനിയോഗിക്കുക. അല്ലാഹു തആല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.